മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. രാവിലെ 10:30 കൊച്ചി ഇഡി ഓഫീസിൽ വീണ എത്തിയത്. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് വീണ എത്തിയത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയുകയാണ്. ഇഡി ഓഫീസ് പരിസരത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? 10 വർഷത്തെ ബാങ്ക് സ്വത്ത് വിവരങ്ങൾ തേടിയാണ് ഇഡി ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാസപ്പടി കേസിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് വരുമെന്ന് സൂചനകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ 10:30 ഇവിടെ ഹാജരായത്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തി. അല്പസമയത്തിനകം അത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നൊരു സൂചനകളുണ്ട്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇഡി ഓഫീസിന് പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി CMRലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ചോദ്യം ചെയ്യൽ അവരുടെ പൂർത്തിയായിരുന്നു. പ്രത്യേകിച്ച് CMRന്റെ ജോയിന്റ് MD ശരണസ് കർത്ത, ഡയറക്ടർമാരായ ജയ കർത്ത, ഷിബി എസ് കർത്ത തുടങ്ങിയവർ ഇവിടെ എത്തിയിരുന്നു. ഉയർന്ന ഫിനാൻസ് വിഭാഗത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് എത്തിയിരുന്നത്. നോട്ടീസ് അയച്ചിരുന്നത് 2ാമത്തെ നോട്ടീസാണ് വീണയ്ക്ക് അയച്ചിരുന്നത്. പ്രധാനമായും തന്നെയും വീണയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ 2.78 കോടി രൂപ, അതിന്റെ ഉറവിടം അതെന്താണ്, ഏത് രീതിയിലുള്ള സേവനങ്ങളാണ് കമ്പനി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. EDയുടെ നിഗമനവും EDയുടെ അന്വേഷണവും എത്തി നിൽക്കുന്നു. ഇത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് PMLA ആക്ട് പ്രകാരമുള്ള കേസുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ആ രീതിയിലുള്ള നടപടികൾ കേസിന് മുന്നോട്ട് പോക്കിൽ ആ രീതിയിൽ വീണയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളായിരിക്കും നേരിടേണ്ടി വരിക. എന്തായാലും ഈ കാര്യങ്ങളൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഈ തുക കൃത്യമായി ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും വേണം. ഒപ്പം CMRന്റെ തന്നെ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായി വീണയ്ക്ക് ഒരു വായ്പ പോലെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തുക തിരിച്ചടച്ചിട്ടില്ലെങ്കിലും ഈ തുക വീണ്ടും നൽകാൻ ഇടയായ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സങ്കീർണതകൾ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സങ്കീർണതകൾ നിറഞ്ഞ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഏത് രീതിയിൽ മറുപടി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും വൈകാതെ വീണ പുറത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായി എന്നുള്ള ഒരു സൂചനകളാണ് നിലനിൽക്കുന്നത്. ശരി, വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.